തൗഹീദ് എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗമായി ആചാരം വരും, തൗഹീദിന്റെ ആചാരം. ശിർക്ക് എന്ന ബഹുദൈവ വിശ്വാസത്തിന്റെ ഭാഗമായി ശിർക്കിന്റെ ആചാരം വരും. ഈ ആചാരമാണോ മരിച്ചുപോയ മഹാത്മാക്കളുടെ മുമ്പിൽ ആവലാതി പറയല്? അതല്ലെന്നതിന് നിങ്ങൾ ഓതുന്ന ഹദീസിന്റെ തെളിവല്ലേ? മുത്തുനബി തങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുന്ന എന്റെ ഖബറിനെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസനാക്കരുതേന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഖബറിങ്കൽ നടക്കുന്നതല്ലേ ഈ ഇസ്തിശ്ഫാഇ? ആ ഖബറിങ്കൽ മുറക്ക് നടക്കുന്നതല്ലേ ഈ ആവലാതി പറച്ചിൽ? ആ ഖബറിങ്കൽ മുറക്ക് നടക്കുന്നതല്ലേ മരണപ്പെട്ടുപോയ മുത്തുനബിയെ വിളിക്കൽ? ഇത് ഇബാദത്താകുമോ? ഖബർ പൂജയാകുമോ? പൂജയാകുമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ഈ ദുആ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? എന്നാ ഇല്ലെന്ന് തെളിയിച്ചു പറയും. ഈ ദുആ അള്ളാഹു താല സ്വീകരിച്ചിട്ടില്ല നബിന്റേത്. അതുകൊണ്ട് ഇക്കാരൻ നബിന്റെ ഖബറിന് എങ്ങനെയൊക്കെ ഇവർ കാണിക്കാൻ കാരണോന്ന് നാളെ മറ്റന്നാളത്തെ പ്രസംഗത്തിൽ അത് പറയണം. നിങ്ങൾ എവിടെയെങ്കിലും നടക്കുന്ന എന്തെങ്കിലും ഓതിപ്പടിച്ച പഴകിയ ഡേറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ക്ലിപ്പിങ്ങും കാണിച്ച് മനുഷ്യരെ പൊട്ടന്മാരാക്കാൻ നടക്കരുത്. സാധാരണ ജനങ്ങൾക്ക് വ്യക്തമായി തിരിയുന്ന ഭാഷയിൽ തൗഹീദ് ശിർക്കിൽ തന്നെ ഈ ഉമ്മത്ത് ഭിന്നിക്കുന്നു എന്ന് തോന്നുന്നത് എത്ര മോശമായ ഫലമാണ് കൂട്ടരെ. എന്തിനാ നബി വന്നത്? സമ്പൂർണമായ ഒരു ദീനിനെ പ്രചരിപ്പിച്ച് സമ്പൂർണമായ ഒരു ദീനിനെ പൂർത്തിയാക്കി തന്നത് ഈ നബിയുടെ കാലത്ത് മാത്രമല്ലേ? എന്നിട്ട് ഈ നബിയുടെ പൂർണ്ണമായ ദീനിൽ അവിടുത്തെ വിശ്വാസികൾക്ക് തൗഹീദും ശിർക്കും പടിഞ്ഞില്ല തിരിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര മോശമായാണ് ഈ ദീനിനെ ചിത്രീകരിക്കുന്നതും ഈ ഉമ്മത്തിനെ ചിത്രീകരിക്കുന്നതും. നിങ്ങൾ ആലോചിക്കണ്ടേ ഇതിന്റെ ഗൗരവം? അതുകൊണ്ട് ഏറ്റവും പ്രധാനമായ ഈ തൗഹീദ് ശിർക്കിനെ സംബന്ധിച്ചു തന്നെയാകട്ടെ ഇവിടത്തെ വഹാബികൾക്ക് അവരുടെ സംഘടനാ ബലമുണ്ടല്ലോ. എത്രയോ സംവാദത്തിന്റെയും വാദപ്രവാദത്തിന്റെയും കാസറ്റല്ല ഇവിടെ ഇറങ്ങണത്, ക്ലിപ്പിംഗ് ആയിട്ട്. ഈ ക്ലിപ്പിംഗ് ആയിട്ട് ഇറങ്ങുന്ന ഒരു പടി സാധനം ഉണ്ടല്ലോ. എന്തേ സുന്നി ജമാഅത്തായിട്ട് ഇങ്ങനെ ഒന്ന് നടന്നൂടെ? സുന്നി ജമാഅത്തല്ലേ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്? ഞങ്ങൾ കുറഞ്ഞ ആളുകളായിരിക്കാം, സുന്നി ജമാഅത്തിൽ എല്ലാവർക്കും കൂടാം, പക്ഷെ ആരും കൂടിയിട്ടില്ലായിരിക്കാം. ആയിക്കോട്ടെ, ആരും കൂടിയിട്ടില്ലാത്ത ഒരു സുന്നി ജമാഅത്താണെങ്കിലും 1-2 മൗലവിമാരില്ലടോ ഈ കേരളത്തിൽ പറഞ്ഞു നടക്കുന്നത്. 1-2 ഈ 1-2 മൗലവിമാർ ഈ പറയുന്നതിനെതിരെയെങ്കിലും നിങ്ങൾക്കൊന്ന് വായ മൂടിക്കെട്ടാൻ പഠിക്കണ്ടേ? നിങ്ങൾ ഇവർ പഠിപ്പിക്കുന്നതെങ്കിലും ഒന്ന് നിർത്തണ്ടേ? കാണിക്കാൻ ഞങ്ങൾ കാണിക്കുന്ന മാതിരി എന്ന് പറഞ്ഞൊരു ചെറിയ സംവാദം. അപ്പൊ പറയും ഇവർ കുറഞ്ഞ ആൾക്കാരാ ഒരു ബൽദാവും. അപ്പൊ ബൽദാകാൻ ഞങ്ങൾ ജയിക്കുവോ? ഞങ്ങൾ നിങ്ങളെ മൂക്കയറിടൂല്ലേ? അപ്പോഴാ ബൽദാകുക. ഞങ്ങൾ തോറ്റെങ്കിൽ പിന്നെ എങ്ങനെ ബൽദാകുക? നിങ്ങൾ മൂക്കയറിട്ടിട്ട് അഭ്യാസം കളിപ്പിക്കുമെങ്കിൽ എങ്ങനെയാണോ ഞങ്ങൾ ബൽദാകുക? നിങ്ങൾ വാദപ്രതിവാദം നടത്തിയിട്ട് ഞങ്ങളെ മൂക്കുകൊണ്ട് നിങ്ങൾ കല്ലെടുപ്പിക്കുമെങ്കിൽ ഞങ്ങൾ വലുതാവൂല, ഞങ്ങൾ അപഹാസ്യരാകും. ഞങ്ങൾ നിങ്ങളെ മൂക്കെടുപ്പിക്കും, ഞങ്ങൾ നിങ്ങളെ തുമ്പിയെടുപ്പിക്കും, അപ്പം ഞങ്ങൾ വലുതാവും. പേടിയുണ്ടല്ലേ? ആ പേടി ഉണ്ടെങ്കിൽ ആ പേടി തുറന്നു പറയാം. എന്തെങ്കിലും ചെറിയ ഉമ്പാച്ചി കാണിച്ചിട്ട് അവിടെ പോസ്റ്റർ ഒട്ടിച്ച് ഇവിടെ പോസ്റ്റർ വെച്ചിട്ട് അപ്പുറത്ത് പോസ്റ്റർ ഒട്ടിച്ച് ക്ലിപ്പിങ്ങിന് വന്ന് പേടിപ്പിക്കണ്ട. അതുമായിട്ട് ഞങ്ങളോട്ട് വരൂല്ല. ആ തട്ടിപ്പും വെട്ടിപ്പൊക്കെ ലോകത്തിനറിയാം. അത് നിങ്ങൾ വേറെ നോക്കിക്കോളി. നന്മയെ തിന്മയെ പ്രതിരോധിക്കാനും ആ തിന്മ ഞങ്ങൾ സ്വീകരിക്കില്ല. തിന്മയെ പ്രതിരോധിക്കേണ്ടതും നന്മ കൊണ്ടാകുന്നു എന്നാ റസൂലുള്ളാഹിന്റെ സ്വഭാവം. വലാ യദ്ഫഉ സയ്യിഅത ബിസ്സയ്യിഅ, തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കില്ല റസൂലുള്ളാഹി എന്നത് നബിയുടെ വിശേഷണമാണ്. ഞങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ തിന്മയും ബിദ്അത്ത് പ്രചാരണവും തടയാൻ പോലും ഞങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന ക്ലിപ്പിംഗുമായിട്ട് വരൂല. അതായിട്ട് നിങ്ങൾ വരരുത്, മത്സരിക്കാൻ വരരുത്. വായയിട്ട് വായ രേഖ വേണമെങ്കിൽ മാസികകളിലാണെങ്കിൽ അങ്ങനെയാവാം. സംവാദം അങ്ങനെയും പറ്റുമല്ലോ. പേജിൽ എത്ര നിങ്ങൾ സംവാദം നടത്തുന്നുണ്ട് നിങ്ങൾ നോക്കി. സങ്കടം വരുന്നത് നമ്മൾ വല്ലപ്പുഴ എന്ന സ്ഥലത്ത് മൗലൂദുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വലിയ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം അവിടുത്തെ ആളുകൾ നിർബന്ധമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രസംഗം ഉണ്ടാക്കി. നമ്മൾ പോയി പ്രസംഗിച്ചു. ഈ പ്രസംഗത്തിൽ നിങ്ങൾ മൗലിദ് കിതാബുകൾ എന്ന പേരിൽ പ്രചാരപ്പെട്ട ഏത് കിതാബുകൾ കൊണ്ടുവന്നാലും അതിന്റെ ചട്ടക്കുള്ളിൽ മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്ന അംഗീകരിക്കുന്ന ഏത് മൗലൂദിലുള്ളതും സത്യമാണ്, പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് തെളിയിക്കും. തയ്യാറുണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറാകൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ഒരു മറുപടിയുമില്ലാതെ ആ ഇടപാടും പ്രസംഗവും തൽക്കാലം നിർത്തിപ്പോയ കൂട്ടര് അൽ-ഇസ്ലാഹ് എന്നൊരു സാധനമുണ്ട്. ഇപ്പൊ കാളമൂത്രം, ഈ കാളമൂത്രം ഒന്നിച്ച് വിസർജിക്കുന്ന ഒരു സാധനം. ആ സാധനത്തിന്റെ അകത്ത് എഴുതാണ് അവസാനത്തെ അടവായിട്ട് നജീബ് മൗലവിനെയും കൊണ്ടുവന്നു. അവസാനത്തെ അടവായിട്ട് ആരെ കൊണ്ടുവന്നോലോ? ഏപ്പിക്കാർ കൊണ്ടുവന്നു. അതിലാരോപിക്കാം. എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോ അതിന് തയ്യാറാണ് എവിടുന്നോ വിളിയാളം മുഴങ്ങിയപ്പോ മൂപ്പര് വണ്ടി പോയി.
ഇതൊക്കെ കേൾക്കുന്നതല്ലേ? എവിടുന്നോ വിളിയാളം മുഴങ്ങിനാ, എവിടുന്നോ വിളിച്ചു പറഞ്ഞപ്പോ മൂപ്പര് വണ്ടി പോയിന്നാ. വിളിച്ചു പറയണ്ട, സംഘടിപ്പിച്ചവരുണ്ട്, പറയുന്ന മുസ്ലിയാരുണ്ട്. ഇവരുടെ കയ്യിലോ ഇവരുടെ ഏതെങ്കിലും ബന്ധപ്പെട്ടവരുടെ കയ്യിലോ നിങ്ങൾ സമ്മതിക്കുന്ന ഒരു രേഖ തന്നാൽ അൽ-ഇസ്ലാഹുകാരുമായി സംവാദമാകാം. അൽ-ഇസ്ലാഹുകാരന്റെ മൂത്താപ്പ പാർട്ടിയുമായിട്ടാകാം. എന്നിട്ടല്ലേ അൽ-ഇസ്ലാഹുകാരന്റെ മൂത്താപ്പ അതിലെഴുതുന്നവർ ഇങ്ങോട്ട് പോലെ മൂത്താപ്പയായിട്ട് സംവാദം നടത്താം. ഇതെന്തുകൊണ്ടാണ്? ഇത് അള്ളാഹുവിന്റെ ദീനായതുകൊണ്ട്. ഈ ദീനിൽ പ്രമാണങ്ങളുണ്ട്. ഈ ദീനിന്റെ പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞതാണ് മുഅ്മിനീങ്ങളായ ആളുകൾ പരമ്പരാഗതമായി കൊണ്ടു നടക്കുന്ന സത്യമായ ആചാരം. ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. അതൊരിക്കലും പിഴക്കുകയില്ല. ഈ ബോധ്യം കൊണ്ടാ, അഹങ്കാരമല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ വലുപ്പം, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണത്തിന്റെ വലുപ്പം, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണത്തെ നമ്മുടെ പരമസ്വാർത്ഥരായ നിസ്വാർത്ഥരായ ഉലമാക്കൾ, ആ നിസ്വാർത്ഥരായ ഉലമാക്കൾ നമ്മുടെ ഈ ദീനിനെ തെളിയിച്ച് വെളിയിച്ച് വളരെ കൃത്യമായി വിവരിച്ചു തന്നതിന്റെ വലുപ്പം കൊണ്ട് നിങ്ങളുടെ വിദണ്ഡവാദങ്ങളുടെ മുനയൊടിക്കാൻ അഹ്ലുസുന്നത്ത് പക്ഷത്തിന് സാധിക്കും, സുന്നി ജമാഅത്തിന് സാധിക്കും. അതുകൊണ്ട് സുന്നി ജമാഅത്തിനെതിരെ വസ്തുതയാണ് ശിർക്ക്, ആരോപണമല്ല. സമൂഹത്തിൽ ശിർക്കുണ്ട് എന്ന് പറയാൻ വരുന്ന മൗലവി ഇക്കാര്യത്തിൽ പ്രതികരിക്കണം. തൗഹീദ് ശിർക്കിന്റെ നിർവചനം പറയണം. പ്രവൃത്തി കൊണ്ട് തൗഹീദ് വരുമോ? പ്രവൃത്തി കൊണ്ട് ശിർക്ക് വരുമോ? ശിർക്കിന്റെ ശരി നിർവചനമെന്ത്? തൗഹീദിന്റെ ശരി നിർവചനമെന്ത്? ഇബാദത്തുള്ള എന്ന് തൗഹീദിനും ഇബാദത്ത് വൈരില്ല എന്ന് ശിർക്കിനും വെക്കുന്നതാണ് നിങ്ങളുടെയും അഭിപ്രായമെങ്കിൽ ഞാൻ ഈ ചോദിച്ച സംശയങ്ങൾക്കൊക്കെയും മറുപടി പറയണം. നന്ന ചുരുങ്ങിയത് പരലോകത്തെ സംബന്ധിക്കുന്ന ഹദീസിൽ ഒരു ഖൈറും ചെയ്യാത്ത ഒരാൾ വരും, അയാൾക്ക് ഈമാനുണ്ട്, തൗഹീദുണ്ട്, അതുകൊണ്ട് തൗഹീദ് മാനിച്ച അയാളെ ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ കടത്തുമെന്ന് മുത്തനബി പറഞ്ഞ ബുഖാരി മുസ്ലിമിന്റെ ഹദീസിൽ പറഞ്ഞ അദ്ദേഹത്തിന് ഇബാദത്തുള്ള ഇല്ല, അള്ളാഹു മാത്രമാണ് ഇലാഹും ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനും എന്ന് അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ആ അംഗീകരണമുള്ള തൗഹീദിനെ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുന്നത്. അദ്ദേഹം ഇബാദത്ത് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം മുവഹിദല്ലേ, അദ്ദേഹത്തിന് തൗഹീദ് ഇല്ലേ എന്ന് മറുപടി പറയണം. അള്ളാഹുവിന് പുറമെ വേറെ ഇലാഹുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ, വേറെ ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ശക്തിക്ക് ഒരു ഇബാദത്തും ചെയ്തില്ലെങ്കിൽ അയാൾ മുശ്രിക്കല്ല എന്ന് പറയാൻ ഇവിടെ വരുന്ന മൗലവിക്ക് ധൈര്യമുണ്ടോ? മുജാഹിദ് വഹാബി പ്രസ്ഥാനത്തിന് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അടുത്ത് പറയണം. മറ്റന്നാൾ നടക്കുന്ന പരിപാടിയിൽ ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്നും ഇവ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ആലോചിക്കണമെന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന ആളുകളെയും പ്രത്യേകം ഉണർത്തുകയാണ്.